ഹായ്, ഇന്ന് നമ്മൾ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റർ കളർ കോഡിങ്, ദെൻ LED, അതിൻ്റെ വർക്കിംഗ്, CFL ആയിട്ടുള്ള കമ്പാരിസൺ, കുറച്ച് MCQs എല്ലാം നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മൊഡ്യൂൾ 1 ഒരു സബ് പാർട്ടാണ്. അപ്പോഴത്തേക്കും ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടാണ് ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള പാർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സ്കോർ ചെയ്യുന്ന രീതിയിൽ നോക്കിക്കൊണ്ട് പോകാൻ പറ്റിയൊരു സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് DC പവർ സപ്ലൈ എന്നാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കുറച്ച് MCQs കൂടെ നോക്കാം. അപ്പോൾ എന്താണ് DC പവർ സപ്ലൈ? അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ AC ഫോം അല്ലേ. നമ്മൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് AC ഫോമിലാണ്. കാരണം എന്താണ്, അത് ലെസ് എക്സ്പെൻസീവും ആണ്, സേഫറും ആണ് ഇല്ലേ. പക്ഷെ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന ഏതിലാണ്? DC സപ്ലൈയിലാണ്. അപ്പം നമുക്ക് AC-നെ എന്താക്കണം? ഡെഫിനറ്റായിട്ടും എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? DC ആക്കി കൺവേർട്ട് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ്സിന് കിട്ടാനുള്ള ഒരു കോൺസ്റ്റൻറ്റ് DC പവർ സപ്ലൈ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയിൻസിൽ വരുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ് ഇന്ത്യയിലത്. 230 വോൾട്ട് 50 ഹെർട്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കതിന് എന്താണ്, അത്രയും ഹൈ വോൾട്ടേജ് നമ്മുടെ എക്യുപ്മെൻറ്റ്സിന് ആവശ്യമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് സ്റ്റേജ് ഇൻ DC പവർ സപ്ലൈ എന്താണ്? ഒരു പവർ ട്രാൻസ്ഫോമർ ആണ്. ദാറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമർ 2 തരത്തിലുണ്ട്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്. അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന് പ്രൈമറി സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് അല്ലേ, കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. സെക്കൻഡറിയിലും അതുപോലെ കോയിൽസ് ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പ് ഡൗണും ഉണ്ട്, സ്റ്റെപ്പ് അപ്പും ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സെക്കൻഡറിയിലെ ടേൺസ് എന്തായിരിക്കും? ടേൺസിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന വോൾട്ടേജിനെ എന്ത് ചെയ്യിക്കും? റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് ഡൗൺ പവർ ട്രാൻസ്ഫോമർ വിച്ച് സ്റ്റെപ്സ് ഡൗൺസ് ദി വോൾട്ടേജ് ഫ്രം ദി AC മെയിൻസ് ടു എ പർട്ടിക്കുലർ വാല്യൂ ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി റെക്ടിഫയർ. അപ്പോൾ നമ്മൾ ആ വോൾട്ടേജ് എന്തിലേക്ക് അപ്ലൈ ചെയ്യും? ഒരു ഡയോഡ് റെക്ടിഫയറിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ റെക്ടിഫയർ എന്താണ്? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കൺവേർട്സ് AC ടു പൾസേറ്റിംഗ് DC അല്ലേ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് DC അവിടെ വെച്ചേ കിട്ടത്തില്ല. നമുക്ക് അറിയാം റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ AC-നെ DC ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആ AC-നെ DC ആക്കുന്നതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് DC എപ്പോഴേ കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു പൾസേറ്റിംഗ് DC ആയിരിക്കും. അപ്പം നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ വന്ന മെയിൻസിൽ നിന്ന് വന്ന AC-നെ ഒന്ന് കുറച്ചു, അതായത് വോൾട്ടേജ് ഒന്ന് കുറച്ചു. അതിനുശേഷം ഡയോഡ് റെക്ടിഫയറിൽ കൂടെ പാസ് ചെയ്തു. ഡയോഡ് റെക്ടിഫയറിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഒരു DC കിട്ടും. ദാറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് DC. ദാറ്റ് DC ഈസ് കോൾഡ് എ പൾസേറ്റിംഗ് DC അല്ലേ. അതിനുശേഷം ആ പൾസേറ്റിംഗ് DC-യിൽ നമുക്ക് പെർഫെക്റ്റ് DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിലേക്ക് കൊടുക്കും? ഒരു ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുക്കും അല്ലേ. ഫിൽട്ടർ സർക്യൂട്ട്സ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ട്സിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ പൾസേറ്റിംഗ് DC-യിലുള്ള അൺവാണ്ടഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് റിപ്പിൾസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് AC കമ്പോണൻസിനെ എല്ലാം എന്ത് റിമൂവ് ചെയ്യും? ഈ ഫിൽട്ടർ റിമൂവ് ചെയ്യും. അതിനുശേഷം എങ്ങോട്ടേക്ക് കൊടുക്കും? ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുക്കും. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും. ചിലപ്പം 5 വോൾട്ട് 12 വോൾട്ട് ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് റെഗുലേറ്റർ ICs ഉണ്ട്. 7805 7812 എന്ന് പറഞ്ഞാൽ എന്താണ്? 7805 എന്ന് പറഞ്ഞാൽ 05 വോൾട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ 7812 എന്ന് പറഞ്ഞാൽ 12 വോൾട്ടേജ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ICs, ആ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള IC-യിലേക്ക് നമ്മൾ ആ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കും.
അപ്പോൾ ആ വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് കറസ്പോണ്ടിങ് കറക്റ്റ് ഒരു പെർഫെക്റ്റ് വാല്യൂ ഓഫ് DC വോൾട്ടേജ് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അത് നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കാം, ലോഡിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു DC പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം. അപ്പം ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിച്ച് ഈസ് ഗിവൺ ടു എ ഡയോഡ് റെക്ടിഫയർ, ദെൻ ടു എ ഫിൽട്ടർ സർക്യൂട്ട്, then to a voltage regulator and finally connected to the load. അല്ലേ? അപ്പോൾ ഇതാണ് DC പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഇതിനകത്ത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൾസേറ്റിംഗ് DC അല്ലെങ്കിൽ പ്യുവർ ACയും പൾസേറ്റിംഗ് DCയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഫിഗർ കണ്ടോ, നമ്മുടെ സാധാരണ ACയും ഇതാണ് പ്യുവർ AC, ഇതാണ് എന്ത്, പൾസേറ്റിംഗ് DC. അപ്പോൾ പ്യുവർ AC എന്ന് പറഞ്ഞാൽ എന്താണ്, പ്യുവർ AC എന്ന് പറഞ്ഞാൽ പീരിയോഡിക് വേരിയേഷൻ ആയിരിക്കും, പിന്നെന്താണ് ബൈ ഡയറക്ഷനിലായിരിക്കും അല്ലേ, പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അല്ലേ, ബൈ ഡയറക്ഷനിലായിരിക്കും. ദെൻ എന്താണ്, സീറോ ആവറേജ് ഓർ സീറോ DC വാല്യൂ, ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെന്താണ്, നോ ഹാർമോണിക് ഫ്രീക്വൻസി എക്സെപ്റ്റ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഇതിനകത്ത് ഹാർമോണിക് ഫ്രീക്വൻസി ഒന്നും കാണത്തില്ല, ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് എന്ത്, പ്യുവർ AC. അപ്പം നമ്മൾ പ്യുവർ AC നിന്ന് DC ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് ഒരു സ്റ്റേജ് കിട്ടുന്നതാണ് എന്ത്, പൾസേറ്റിംഗ് DC. അപ്പം നമ്മൾ എപ്പോഴും പൾസേറ്റിംഗ് DC എന്ന് പഠിക്കാറുണ്ട് അല്ലേ. പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫിഗറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഫർ ചെയ്യാം. എന്താണ് പൾസേറ്റിംഗ് DC എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഓൾസോ എ പീരിയോഡിക് വേരിയേഷൻ, പീരിയോഡിക് വേരിയേഷൻ ആണ്. പിന്നെ പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ബൈ ഡയറക്ഷൻ, ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. അപ്പം നമ്മൾ റെക്ടിഫയേഴ്സിൻ്റെ ഔട്ട്പുട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് യൂണി ഡയറക്ഷനിലാണ് കിട്ടുന്നതല്ലേ, അതുകൊണ്ടാണ് നമ്മളത് DC ആണെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് പീരിയോഡിക് വേരിയേഷൻ ബട്ട് ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. പിന്നെന്താണ്, ഇതിന് ഒരിക്കലും എന്താണ് ഒരു സീറോ ആവറേജ് വാല്യൂ ആയിരിക്കത്തില്ല, നോൺ സീറോ ആവറേജ് വാല്യൂ ആയിരിക്കും. പിന്നെന്താണ്, ഇതിനകത്ത് ഹാർമോണിക്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് പ്യുവർ ACയും പൾസേറ്റിംഗ് DCയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ പ്യുവർ ACന്ന് ഈ പൾസേറ്റിംഗ് DC ഉണ്ടാക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, റെക്ടിഫയർ. അതിൽ പല ടൈപ്പ് ഓഫ് റെക്ടിഫയേഴ്സ്, ആ കുറച്ച് റെക്ടിഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രൈമറി നമ്മൾ റെക്ടിഫയർ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഡയോഡ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻസിൽ വരുന്നതാണ് എന്ത്, ഡയോഡ് അല്ലേ, വിച്ച് ക്യാൻ പ്രോസസ് ഓർ ആംപ്ലിഫൈസ് എനി സിഗ്നൽ, അതാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ള ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ള എന്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ആക്റ്റീവ് ഡിവൈസസ് എന്ന് വിളിക്കാം. ആക്റ്റീവ് ഡിവൈസിൽ വരുന്ന ഒരെണ്ണമാണ് എന്ത്, ഡയോഡ്. അപ്പോൾ ഈ ഡയോഡിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ACനെ പൾസേറ്റിംഗ് DC ആക്കുന്ന ഡിവൈസാണ് റെക്ടിഫയർ. അപ്പോൾ ആ റെക്ടിഫയർ എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് നമുക്ക് ഈ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഫുൾ വേവ് റെക്ടിഫയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ റെക്ടിഫയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു, ബേസിക്കലി ഡയോഡ് റെക്ടിഫയർ നമുക്ക് സിംഗിൾ ഫേസിൻ്റെ കേസാണ്, അതുപോലെ 3 ഫേസിനും ഒക്കെ ഉണ്ട് റെക്ടിഫയേഴ്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ സിംഗിൾ ഫേസ് ആണ്. സിംഗിൾ ഫേസ് റെക്ടിഫയേഴ്സ് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് ഹാഫ് വേവും ഫുൾ വേവ്. ഈ ഫുൾ വേവിനെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സെൻറ്റർ ടാപ്പും ബ്രിഡ്ജും. ഓക്കെ ആണല്ലോ. അപ്പം ഹാഫ് വേവ്, ദെൻ ഫുൾ വേവ്, ഫുൾ വേവിനകത്ത് സെൻറ്റർ ടാപ്പും ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഫസ്റ്റ് വൺ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഫിഗർ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഡയോഡിനകത്ത് ഒരു സപ്ലൈ കൊടുക്കുക, നമ്മൾ AC സപ്ലൈ കൊടുക്കുക, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ഒരു റെസിസ്റ്റൻ്റ് എടുക്കുക. അപ്പം നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം, ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഡയോഡ് എന്ത് ചെയ്യും, ഡയോഡിൻ്റെ പോസിറ്റീവിൽ കണക്റ്റ് ആവും. അപ്പോൾ ഡയോഡ് എന്താവും, ഫോർവേഡ് ബയാസ് ആവും. ഫോർവേഡ് ബയാസ് ആകും എന്ന് പറഞ്ഞാൽ ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്താൽ നമ്മൾ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ, ഇപ്പം VS എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഈ ഡയോഡിന് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും.
അപ്പം ഡയോഡിൻ്റെ പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് ആക്ട്. റിവേഴ്സ് ബയാസ്ഡിൽ എന്താണ്? ഡയോഡ് വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, അല്ലെങ്കിൽ ഡയോഡ് എന്ത് ചെയ്യത്തില്ല? കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? 0 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. കറസ്പോണ്ടിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ബ്ലൂവിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0 ആണ്. ദെൻ എഗെയിൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 0 ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടും. നമുക്ക് പെർഫെക്റ്റ് എന്താണോ കൊടുത്തത് അത്രയും ഒരു ഔട്ട്പുട്ട് കുറച്ച് കിട്ടത്തില്ല. കുറച്ചൊരു ഡയോഡിൻ്റെ ഒരു ഡ്രോപ്പ്, അല്ലെങ്കിൽ ഡയോഡിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കൂടെ കഴിഞ്ഞ് അതിൻ്റെ ബരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാൻ എടുക്കുന്ന വോൾട്ടേജും കൂടെ കഴിഞ്ഞ് ബാക്കി വോൾട്ടേജ് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ടിൻ്റെ അത്രയും ആംപ്ലിറ്റ്യൂഡ് ഇല്ല ഔട്ട്പുട്ട് വേവ് ഫോംസിന്. അപ്പം അതിൻ്റെ ഒരു എന്താണ് ട്രാൻസ്ഫർ ക്യാരി നോക്കിക്കേ. ട്രാൻസ്ഫർ ക്യാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻപുട്ട് വേരി ചെയ്യുന്ന അനുസരിച്ച് ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് അതുപോലെ ഉണ്ട്, നെഗറ്റീവ് എന്തായി പോകുന്നു? ക്ലിപ്പായി പോകുന്നു, അല്ലേ? നെഗറ്റീവ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് പോസിറ്റീവാണ്. പിന്നെ അത് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അതേ വാല്യൂ അല്ല കിട്ടുന്നത്. കുറച്ചൊരു ടൈം കഴിഞ്ഞ് ഡയോഡ് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊരു വാല്യൂ കുറച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതാണ് ആ ട്രാൻസ്ഫർ ക്യാരി മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് പോകാം. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്, ദെൻ ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറയുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെൻറ്റർ ടാപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ ഉണ്ടാക്കാം. അപ്പോൾ സെൻറ്റർ ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് അലൗസ് റിവേഴ്സൽ ഓഫ് സർട്ടൻ കറൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡറിയിൽ 3 ടെർമിനൽസ്, സെക്കൻഡറിയിൽ ഓൾറെഡി 2 ടെർമിനൽസ് കാണും, അതിൻ്റെ ഇടയ്ക്കായിട്ട് നടുക്കുന്ന ഒരു ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ അതിന് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് റിവേഴ്സൽ അവിടെ പോസിബിൾ ആക്കാം. അതായത് നമ്മൾ ഈ സെൻട്രൽ ടാപ്പിൻ്റെ സെൻട്രൽ പോയിന്റ് എടുത്ത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് അപ്പർ ഹാഫിൽ എന്ത് വോൾട്ടേജ് ആണോ കിട്ടുന്നത് അതിൻ്റെ സെയിം വോൾട്ടേജ് ആയിരിക്കും ലോവർ ഹാഫിലും കിട്ടുന്നത്. ബട്ട് സൈൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പൊളാരിറ്റി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും എന്ത് കിട്ടുന്നത്? താഴെ കിട്ടുന്നത്. അതാണ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു ഇൻപുട്ടിൽ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ പോസിറ്റീവ് നമുക്ക് D1 ഡയോഡിൽ കിട്ടും. അപ്പോൾ D1 ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടക്ട് ചെയ്യും ത്രൂ ലോഡ് റെസിസ്റ്റൻസ് R, അല്ലേ? അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതേ അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കും? ഇവിടെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ എന്ത് വോൾട്ടേജ് ആണോ വരുന്നത് അതിൻ്റെ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും താഴെ കിട്ടുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, ഇത് ഓഫ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുവഴി നമുക്ക് കണ്ടക്ഷൻ ഉണ്ടാവില്ല ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഈ അപ്പർ ഹാഫിൽ നമുക്കൊരു നെഗറ്റീവ് വോൾട്ടേജ് കിട്ടും, ലോവർ ഹാഫിൽ അതിൻ്റെ പോസിറ്റീവ് കിട്ടും. അതായത് മുകളിലത്തെ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. താഴത്തെ ഡയോഡിൽ പോസിറ്റീവ് കിട്ടുന്നതുകൊണ്ട് അതെന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്തു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അടുത്ത ഡയോഡ് കണ്ടക്ട് ചെയ്തു. അതായത് ഒരു ഫുൾ കംപ്ലീറ്റ് സൈക്കിളിൽ 2 ഡയോഡ്സ് എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്താണ്? 2 പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് കിട്ടി. ഈ 2 കേസിലും ഈ കറണ്ട് ഡയറക്ഷൻ സെയിം ആണ്. നോക്കിക്കോണം, ആദ്യം കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, രണ്ടാമത് ഇത് കണ്ടക്ട് ചെയ്യുമ്പോഴും കറണ്ട് ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് 2 കേസിലും പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് സെയിം ഡയറക്ഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത്? സെൻറ്റർ ടാപ്ഡ്
ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് അപ്പർ പോർഷനിൽ കിട്ടുന്നതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും താഴത്തെ പോർഷനിൽ കിട്ടുന്നത്. അതുകൊണ്ട് അപ്പർ ഹാഫ് സൈക്കിളിലുള്ള പോസിറ്റീവ് ഡയോഡ് കണ്ടക്ട് ചെയ്യും. പോസിറ്റീവ് വെച്ചിട്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഡയോഡ് D2 വിൽ നോട്ട് കണ്ടക്ട് ഇല്ലേ. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും അപ്പർ D1 ഡസ് നോട്ട് കണ്ടക്ട് അല്ലേ. അതിൻ്റെ റിവേഴ്സ് കിട്ടുന്നത്, അതിൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് D2 കിട്ടുന്നത്. അപ്പോൾ D2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും, ബട്ട് ഇൻ ദി സെയിം ഡയറക്ഷൻ ആസ് ഏർലിയർ. അപ്പം നമുക്ക് രണ്ട് കേസിലും ഒരേ ഡയറക്ഷനിലുള്ള വേവ് ഫോംസ് കിട്ടും. പിന്നെ ഇൻപുട്ടിൻ്റെ അത്രയും ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവത്തില്ല ഔട്ട്പുട്ടിന്. ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പും കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കണ്ടക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരൻ ഉണ്ട്, പോസിറ്റീവിലും ഉണ്ട് നെഗറ്റീവ് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതാണിത് ട്രാൻസ്ഫർ ക്യാരൻ മീൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവിൽ വേരി ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് ഉണ്ട്, ഇൻപുട്ട് നെഗറ്റീവിൽ വേരി ചെയ്യുമ്പോഴും എന്തുണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. സോ ദിസ് ഈസ് ദി ട്രാൻസ്ഫർ ക്യാരൻ ഓഫ് സെൻട്രൽ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. നെക്സ്റ്റ് ഇസ്, അപ്പോൾ അതിൻ്റെ കണ്ടക്ഷൻ പാത്താണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്യും. D1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്, D2 ബ്ലോക്സ് ആണ്. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കണ്ടക്ഷൻ D1 ഓപ്പൺ ആണ്, D2 കണ്ടക്ട് ചെയ്യും ഇൻ ദ സെയിം ഡയറക്ഷൻ. നെക്സ്റ്റ് ഇസ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പം നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ സെൻട്രൽ ടാപ്പ് ഉപയോഗിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ അത്രയും സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ എടുക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്തിലേക്ക് പോവാണ്, ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് പോവാം. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ. ഇറ്റ് ഈസ് എ ഫുൾ വേവ് റെക്ടിഫയർ അല്ലേ. നമുക്ക് എല്ലാ ഇൻപുട്ടിൻ്റെ എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എല്ലാം നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് തരുന്നതാണ് എന്ത്, ഫുൾ വേവ് റെക്ടിഫയർ. അപ്പം ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് 4 ഡയോഡ്സ് ആണുള്ളതല്ലേ. അപ്പോൾ D1, D2, D3, D4. അപ്പോൾ 4 ഡയോഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ആവശ്യമില്ല, പക്ഷേ 4 ഡയോഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും പോസിറ്റീവ് ഇവിടെ കിട്ടുമ്പോഴത്തേക്കും ഏതൊക്കെ ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെ ഒരു പ്ലസ് കിട്ടും, ഇവിടെ മൈനസാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യത്തില്ല. ദെൻ ഇത് കണ്ടക്ട് ചെയ്ത് ഇതുവഴി വരുമ്പോഴത്തേക്കും ഇതും പോസിറ്റീവാണ്, അപ്പോൾ ഇത് കണ്ടക്റ്റ് ആവും. അപ്പോൾ ഡയോഡിൻ്റെ പാത്ത്, ഈ സർക്യൂട്ടിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വേ കിട്ടി അല്ലേ. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യും, ഈ D1ഉം D2ഉം കണ്ടക്ട് ചെയ്യും ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ വേവ് ഫോംസ് D1, D2 കാരണം ഔട്ട്പുട്ട് കിട്ടും ഇല്ലേ. D1, D2 കാരണം നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഇല്ലേ. പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും എന്താണ്, ഏത് ഡയോഡ് കണ്ടക്ട് ചെയ്യും, ഇവിടെ നെഗറ്റീവ് കിട്ടുമ്പോഴത്തേക്കും ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ് D4 ആണ്. ദെൻ ഈ D4 കണ്ടക്ട് ചെയ്യും, ദെൻ അത് ഫോർവേഡ് ബയാസ്ഡ് ആവും. ദെൻ എന്താണ്, D3 എന്താവും, ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ നോക്കിക്കോണം, ഇതിനകത്ത് കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് കറണ്ട് ഈ ഡയോഡ് വഴി ഇങ്ങനെ ആയിരിക്കും പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ്സ് D4ഉം D3 ആണ്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. സോ ഈ പോസിറ്റീവിൽ നിന്ന് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്ത് ഈ സർക്യൂട്ട് റെസിസ്റ്ററിൽ കൂടെ, ദെൻ ഈ D4ൽ കൂടെ ഈ പാത്ത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കേസിലും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് പ്ലസ് ടു മൈനസ് ആണ് ഇല്ലേ. ഔട്ട്പുട്ടിൽ നമ്മൾ VO നോക്കുമ്പോഴത്തേക്കും രണ്ട് കേസിലും, ഫസ്റ്റ് കേസിലും പ്ലസ് ടു മൈനസ് ആയിരുന്നു, സെക്കൻഡ് കേസിലും എന്താണ്, പ്ലസ് ടു മൈനസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ബോത്ത് ഹാഫ് സൈക്കിളിലും ഒരേ ഡയറക്ഷനിലുള്ള ഔട്ട്പുട്ട് കിട്ടും. ഫസ്റ്റിൽ ഡ്യൂ ടു D1 and D2, second due to D3 and D4 from this figure അല്ലേ. അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ D1, D2 and completing this path during the positive half cycle, and D3 and D4 blocks. Then
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് D3 ആൻഡ് D4 വിൽ കണ്ടക്ട് ആൻഡ് D1 ആൻഡ് D2 ഇൻ ദി ബ്ലോക്ക് സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് സെൻറ്റർ ടാപ്പിൻ്റെയും ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും ബേസിക് വർക്കിംഗ്, അതിൻ്റെ എന്താണ് ഔട്ട്പുട്ട് ഡയഗ്രം. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയും കുറച്ച് കമ്പാരിസൺ ആണ്. ഈ കമ്പാരിസൺ ടേബിൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കമ്പാരിസൺ ടേബിളിലേക്ക് വരാം. നമുക്ക് എന്താണ് ആവറേജ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, RMS വാല്യൂ എന്താണ്, ഫോം ഫാക്ടർ എന്താണ്, പീക്ക് ഫാക്ടർ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഡെറിവേഷനിലേക്കൊന്നും പോകണ്ട. നമുക്ക് അതിൻ്റെ ഇക്വേഷനും ഓരോ റെക്ടിഫയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂസും മാത്രം മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റ് നോക്കാം. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ DC ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ അതിന് ഓരോ റെക്ടിഫയറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ DC ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടല്ലേ. അപ്പോൾ DC ഔട്ട്പുട്ട് കറണ്ട് ഇക്വേഷൻ ഇതാണ്. IDC ഈക്വൽ ടു 1/2π integral 0 to 2π Im sin omega t d omega t. നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് സിനുസോയ്ഡൽ വേവ് ഫോം ആണ്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് I എന്നാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനാണ് Im sin omega t. ഈ ആക്സിസിലാണ് omega t വരും. അപ്പോൾ ഇങ്ങനൊരു സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് DC ഔട്ട്പുട്ട് കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എന്ത്? 1/2π ഇൻ്റഗ്രൽ 2π 0 to 2π. നെക്സ്റ്റ് നമുക്കപ്പോൾ ഓരോ റെക്ടിഫയറിനും ഏത് 0 to 2π വരെയുള്ള കണ്ടക്ഷൻ സൈക്കിൾ നോക്കിയിട്ട് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ റെക്ടിഫയറിനും കറസ്പോണ്ടിങ് DC ഔട്ട്പുട്ട് കറണ്ട് കിട്ടും. അതുപോലെ RMS ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2π integral 0 to 2π Im sin omega t the whole square d omega t. നമ്മൾ ഓരോ റെക്ടിഫയറിനും കറസ്പോണ്ടിങ് ഈ വാല്യൂസ് 0 to 2π വരെയുള്ള സൈക്കിൾ നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? IRMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. മീൻ എന്ന് പറഞ്ഞാൽ 1/2π ഉണ്ട്, അതിൻ്റെ സ്ക്വയർ, ദെൻ അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് RMS AC ഔട്ട്പുട്ട് കറണ്ട്. RMS AC ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ACയും DCയും കാണും. സപ്പോസ് I ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി റെക്ടിഫയർ. അതിനകത്ത് എന്തൊക്കെ കാണും? DC കമ്പോണൻറ്റും കാണും, AC കമ്പോണൻറ്റും കാണും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഈ I ഈക്വൽ ടു IDC പ്ലസ് I ഡാഷ്. AC കമ്പോണൻറ്റ് ഞാൻ I ഡാഷ് എന്ന് കൊടുത്തു. അപ്പം I ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I മൈനസ് IDC ആയിരിക്കും. അതായത് ഔട്ട്പുട്ടിലെ AC കമ്പോണൻറ്റ് മാത്രം കാണാനായിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്ന് DC കമ്പോണൻറ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? I ഡാഷ് കിട്ടത്തുള്ളൂ. അപ്പം IRMS എന്ന് പറഞ്ഞാൽ I ഡാഷ് RMS എന്ന് പറഞ്ഞാൽ ഈ I ഡാഷിൻ്റെ കറണ്ടിൻ്റെ RMS വാല്യൂ ആണ് അല്ലേ. ഈ I ഡാഷ് RMS കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. I ഡാഷ് RMS ഈക്വൽ ടു റൂട്ട് ഓഫ്
IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ. അപ്പം നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ RMS AC ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ IRMSും IDC സ്ക്വയർ എടുത്ത് ഡിഫറൻസ് എടുത്തിട്ട് റൂട്ട് എടുക്കുന്നതായിരിക്കും എന്ത് I-RMS. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ദി RMS വാല്യൂ ഓഫ് ദി AC കമ്പോണന്റ് ഓഫ് ദി ഔട്ട്പുട്ട് കറണ്ട്. ദിസ് ഈസ് ദി ടോട്ടൽ RMS ഔട്ട്പുട്ട് കറണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് DC AC കൂടെ ചേർന്നിട്ടുള്ള RMS കറണ്ട് ആണ് ഇത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്താണ്? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാണ് R വെച്ചിട്ട് I-RMS by IDC. I-RMS എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി അല്ലേ? ഔട്ട്പുട്ടിലെ AC കമ്പോണന്റ് മാത്രമാണ് ബൈ DC കമ്പോണന്റ്. അതാണ് എന്ത് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ കറണ്ടിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെ വരും, വോൾട്ടേജിന്റെ കേസിലാണെങ്കിൽ V-RMS by VDC. അപ്പം അതിന്റെ ഇക്വേഷൻ എന്ത് വരും? റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ ബൈ IDC. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലൂടെ പഠിക്കാം. IRMS ബൈ IDC the whole square minus 1. Root of IRMS by IDC the whole square minus 1 is also ripple factor. Then input power. Input power equation എന്ന് പറഞ്ഞാൽ average value of voltage into current ആയിരിക്കും എന്ത് ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷൻ. അതുപോലെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈറ്റ ഈസ് ഈക്വൽ ടു DC ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അപ്പോൾ ഓരോ ടേമും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. എഫിഷ്യൻസി മീൻസ് DC ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. എഫിഷ്യൻസി എപ്പോഴും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് DCയും ഇൻപുട്ട് AC ആണ്. സോ DC ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. നെക്സ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓർ PIV. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓർ PIV. PIVയുടെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ആ ഫോർവേഡ് ബയാസ്ഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എല്ലാ റെക്ടിഫയറിന്റെ കേസിലും വരുന്നുണ്ട്. അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് കേസിൽ ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിന് വിളിക്കുന്ന പേരാണെന്ത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. സോ ദിസ് ഈസ് ദി മാക്സിമം വോൾട്ടേജ് that the diode can withstand during its non-conducting state or reverse biased condition. അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. അതിനെ PIV ഈക്വൽ ടു V across diode മാക്സിമം വാല്യൂ. ഓക്കെ ആണല്ലോ. എപ്പോഴും ഡയോഡിന്റെ സേഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് PIV ഷുഡ് ബി ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പം PIV എപ്പോഴും ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കുറവായിരിക്കണം. സോ ഫോർ സേഫർ ഓപ്പറേഷൻ ഓഫ് ദ ഡയോഡ് PIV ഷുഡ് ബി ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ഡയോഡ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ TUF. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ TUF. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ TUF. അതിന്റെ ഇക്വേഷൻ എന്താണ്? PDC ബൈ AC റേറ്റിംഗ് ഓഫ് സെക്കൻഡറി. DC ഔട്ട്പുട്ട് പവർ DC പവർ ബൈ AC റേറ്റിംഗ് ഓഫ് സെക്കൻഡറി. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ ട്രാൻസ്ഫോമറുമായിട്ട് റിലേറ്റഡ് ആണ്. But the ratio of DC output power and AC rating of transformer secondary winding is called the transformer utilization factor. നമ്മൾ എപ്പോഴും ഇതിനെ
റെക്ടിഫയറിൻ്റെ കേസിൽ പറയും ഇല്ലേ, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ഫോം ഫാക്ടർ. നെക്സ്റ്റ് ഒരു ടേമാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. അപ്പോൾ ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു കറണ്ട് ആണെന്നുണ്ടെങ്കിൽ IRMS ബൈ I ആവറേജ്. I ആവറേജ് എന്ന് പറഞ്ഞാൽ IDC or VRMS by VDC or V average. So it is the ratio of RMS value to average value. അപ്പോൾ ഇതും ഓരോ റെക്ടിഫയറിനും ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു പീക്ക് അല്ലേ, പീക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. So peak value by RMS value. So form factor RMS by average, peak factor is peak by RMS. ഇതും ഓരോ റെക്ടിഫയറിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ബേസിക് ടേംസ് അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് ഓരോ റെക്ടിഫയറിന് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ആ ചാർട്ട് ഫൈനലായിട്ടുള്ളത്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് നമുക്ക് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിനി ആ ടേബിൾ നോക്കാം. ടേബിൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതും അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗം കംപ്ലീറ്റ് ആവും. അതിന്ന് ഷുവറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത് സിമ്പിളും ആയിരിക്കും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.